ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കായ യൂണിഫോം സർക്കുലർ മോഷൻ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഇഫ് ഇറ്റ് ട്രാവൽസ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷനിലാണെന്ന് പറയുകയാണെങ്കിൽ അതൊരു സർക്കുലർ പാത്തിൽ എന്ത് ചെയ്യുക, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ അതിനെ യൂണിഫോം സർക്കുലർ മോഷൻ നമുക്ക് വിളിക്കാം. ഇവിടെ നോക്കിയാൽ കാണാം, ഈ ബ്ലാക്ക് ബോഡി ഈ ബ്ലൂ കളറിൽ വരച്ച ഈ സർക്കുലർ പാത്ത് കൂടെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, വി സ്പീഡിൽ ഇങ്ങനെ കറങ്ങുക. വി എന്നത് വെലോസിറ്റിയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, സ്പീഡ് കിട്ടി. അപ്പോൾ വി എന്ന സ്പീഡിൽ ഇങ്ങനെ കറങ്ങുക. പക്ഷേ അതിൻ്റെ വെലോസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും വെലോസിറ്റി എന്ന വെക്ടർ മാറുന്നുണ്ട്. കാരണം എന്താ, വെലോസിറ്റി എന്ന് പറയുമ്പം അവിടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഇതിന് ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ എന്ത് മാറുന്നുണ്ട്, വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അതുകൊണ്ട് വെലോസിറ്റി മാറുന്നുണ്ട് നമുക്ക് പറയാം, പക്ഷേ എന്ത് മാറുന്നില്ല, സ്പീഡ് മാറുന്നില്ല. കാരണം സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അവിടെ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ യൂണിഫോം സർക്കുലർ മോഷനുള്ള ഈ ബോഡിൻ്റെ കേസിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ എന്തായിരിക്കും, വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്, അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്താ നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു വാട്ട് ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ യൂണിഫോം സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷനുള്ളൊരു ബോഡി, ആ ബോഡി ഇവിടെ നോക്കിയേ, എയിൽ നിന്ന് ബിയിലേക്ക് എത്തി, ഇങ്ങനെ കറങ്ങുകയാണ്. അങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പം ആ ബോഡി കവർ ചെയ്യുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ബോഡി കവർ ചെയ്യുന്ന, ഓക്കെ, അല്ലെങ്കിൽ ആ ബോഡിയിലേക്ക് സെൻറ്ററിന്ന് വരക്കുന്ന റേഡിയസ്, എന്ത് റേഡിയസ് ആണ് അത് വെക്ടറായിട്ട് പരിഗണിക്കുക. അപ്പോൾ സെൻറ്ററിന്ന് ആ എ എന്ന ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറാണ് റേഡിയസ് വെക്ടർ. ഓക്കെ, ഈ ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ റേഡിയസ് വെക്ടർ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റേഡിയസ് വെക്ടർ ഇപ്പോൾ എയിലേക്ക് ഡയറക്റ്റ് ചെയ്തത് ഇപ്പോൾ എന്താ, ഇവിടെ എത്തുമ്പോൾ ബിയിലേക്കായി. അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് ബോഡി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ റേഡിയസ് വെക്ടർ എത്ര ആംഗിളാണ് സ്വീപ്പ് ചെയ്യുക, ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ റേഡിയസ് വെക്ടർ ഇങ്ങനായി. അപ്പോൾ ഈ എയിൽ നിന്ന് ബിയിലേക്ക് ഈ ബോഡി ട്രാവൽ ചെയ്യുമ്പോൾ ഈ റേഡിയസ് വെക്ടർ എത്ര ആംഗിൾ സ്വീപ്പ് ചെയ്യുന്നുണ്ടോ അതാണ് ഇവിടുത്തെ എന്ത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വാട്ട് ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇറ്റ് ഈസ് ദ ആംഗിൾ സ്വെപ്റ്റ് ബൈ ദ റേഡിയസ് വെക്ടർ. ഓക്കെ, റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യുന്ന ആംഗിളാണെന്ത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങിയാലോ, ഇത് ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങുമ്പം റേഡിയസ് വെക്ടർ എത്ര ആംഗിൾ സ്വീപ്പ് ചെയ്യും, 360 ഡിഗ്രി. റേഡിയനിൽ പറയുകയാണെങ്കിൽ 2π റേഡിയൻ ആംഗിൾ ആര് സ്വീപ്പ് ചെയ്യും, ഈ റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യുന്ന ആംഗിൾ 2π റേഡിയനാണ്, അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് 2π ആണ്. ഓക്കെ, സോ ഇവിടെ തീറ്റ കാണാൻ നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഈ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ തീറ്റ കിട്ടും. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എ ബി ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്താണ്, റേഡിയനായ യൂണിറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ മാത്സിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താണ് ആംഗുലാർ വെലോസിറ്റി? ഒരു സെക്കൻഡിലുള്ള ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണെന്ത്, ആംഗുലാർ വെലോസിറ്റി. അവിടെ പഠിച്ചില്ല, ഈ സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചില്ല, മോഷനെ സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് വെലോസിറ്റി? ഒരു ബോഡി ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ത്, velocity. So what will be angular velocity? It is the angular displacement covered by a body in 1 second. ഒരു സെക്കൻഡിൽ ഒരു ബോഡി കവർ ചെയ്യുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് എന്ത് വിളിക്കുക, ആംഗുലാർ വെലോസിറ്റി എന്ന് വിളിക്കുക. സോ വാട്ട് വിൽ ബി, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ W അല്ല, ഒമേഗയാണ്, ഒമേഗ. സോ ഒമേഗ എന്താ വരിക, ആംഗുലാർ വെലോസിറ്റി വിൽ ബി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സോ ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ തീറ്റ വെച്ചല്ലേ കാണിച്ച്, തീറ്റ ബൈ ടൈം ടേക്കൺ. അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ദിസ് t ഈസ് നോൺ ആസ് ടൈം പീരീഡ് ഓഫ് ദിസ് ബോഡി. അപ്പോൾ ഈ ബോഡി എന്താ ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കുലർ മോഷനുള്ള ഈ ബോഡി ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങാൻ എടുക്കുന്ന ടൈമാണ് എന്ത്, ടൈം പീരീഡ്.
ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 revolution. അതാണ് എന്ത് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ബോഡി ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങി എന്ന് വിചാരിച്ചോ. എയിൽ നിന്ന് തുടങ്ങി എയിലേക്ക് തന്നെ എത്തുകയാണ്. എയിൽ നിന്ന് തുടങ്ങി എയിലേക്ക് എത്തുന്ന സമയത്ത് അതൊരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങി. ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങുന്ന സമയത്ത് ആ ബോഡി സ്വീപ്പ് ചെയ്യുന്ന, ആ ബോഡിൻ്റെ റേഡിയസ് വെക്റ്റർ സ്വീപ്പ് ചെയ്യുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2π ആയിരിക്കുമല്ലോ, 360 ഡിഗ്രി, അതായത് 2π റേഡിയൻ. 2π ഡിവൈഡഡ് ബൈ ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങുമ്പോഴുള്ള ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് 2π ആണ്. അപ്പോൾ അതിനെടുക്കുന്ന സമയം എന്തായിരിക്കും? 1 ടൈം പീരീഡ്. സോ വാട്ട് വിൽ ബി ആംഗുലാർ വെലോസിറ്റി? 2π by capital T. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ദിസ് ഇക്വേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. Now we are moving to what is instantaneous angular velocity. Instantaneous angular velocity എന്ന് പറഞ്ഞാൽ angular velocity of a body at a particular instant. അവിടെ ലീനിയർ വെലോസിറ്റിൻ്റെ കേസ് പഠിച്ചിരുന്നു, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പഠിച്ചിരുന്നു. അതേമാതിരി എന്താണ് ആംഗുലാർ വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി എപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക? യൂണിഫോം ആംഗുലാർ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യം വരില്ല, ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റിൻ്റെ കേസ് നമുക്ക് വരില്ല. കാരണം എല്ലാ സമയത്തും ഒരേ ആംഗുലാർ വെലോസിറ്റി ആണെങ്കിൽ ഇന്ന ഇൻസ്റ്റൻറ്റിൽ ആംഗുലാർ വെലോസിറ്റി നമുക്ക് കാണേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ ഇൻസ്റ്റൻറ്റിലും എന്താണ് ആംഗുലാർ വെലോസിറ്റി സെയിം ആയിരിക്കും. എന്നാൽ അത് ആംഗുലാർ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് നോൺ യൂണിഫോം ആംഗുലാർ വെലോസിറ്റിയാണ് ഒരു ബോഡിക്കുള്ളത് എങ്കിൽ ആ കേസിൽ നമുക്ക് എന്ത് കാണേണ്ട ആവശ്യം വരും? ഇന്ന ഇൻസ്റ്റൻറ്റിൽ 5ാമത്തെ സെക്കൻഡിൽ ഉള്ള ആംഗുലാർ വെലോസിറ്റി കാണേണ്ടി വരും. അപ്പം ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ആംഗുലാർ വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. ഇനി അതെങ്ങനെ കാണുക? ഒക്കെ മുൻപ് പഠിച്ച അതേ സംഭവം തന്നെ സർക്കുലർ മോഷനിലേക്ക് മാറ്റിയാൽ മതി. എന്താ? ഒമേഗ ഇസ് ഈക്വൽ ടു, അവിടെ v is equal to limit delta t tends to 0 delta x by delta t എന്ന് പഠിച്ചിരുന്നു. ഇവിടെ എന്താ വരിക? ഒമേഗ is equal to limit delta t tends to 0 delta theta by delta t. ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി തേർഡ് ചാപ്റ്ററിൽ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പ്രീവിയസ് വീഡിയോസിൽ കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണെന്ത്? ഒമേഗ, ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി കാണുന്ന വിധം. അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ എന്താ? ഡി തീറ്റ ബൈ ഡി ടി ഉണ്ട്. ഇതെങ്ങനെ പ്രോബ്ലം ചെയ്യുക ഈ ടൈപ്പ് എന്നൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലീവ് ഇറ്റ്. അപ്പോൾ ഇത്രയാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഒരു ബോഡി ഇങ്ങനെ കറങ്ങുകയാണ്, യൂണിഫോം സർക്കുലർ മോഷനിൽ കറങ്ങുന്ന സമയത്ത് ആ ബോഡിയുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ആ ബോഡി എത്ര പ്രാവശ്യം കറങ്ങുന്നുണ്ടോ അതിനെയാണ് എന്തെന്ന് വിളിക്കാം? ഫ്രീക്വൻസി എന്ന് വിളിക്കുക. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 സെക്കൻഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 റെവല്യൂഷനാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 സെക്കൻഡ് ആണ്. സോ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്താ? 1 ബൈ ടൈം പീരീഡ് ആണ്. അതിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ഹെഡ്സ് ഓർ പെർ സെക്കൻഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഇതിൽ വരുന്നതാണ് ആംഗുലാർ ആക്സിലറേഷൻ കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതിന് മുൻപായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ പരിചയപ്പെടാനുണ്ട്. അതായത് റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. ഒരു ബോഡിയുടെ ലീനിയർ വെലോസിറ്റിയും അതേപോലെ ആ ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ലീനിയർ വെലോസിറ്റി പറഞ്ഞാൽ v, ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഇവർ തമ്മിലുള്ള ബന്ധം അതാണ് നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിൽ കാണാൻ പോകുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ഇവിടെ നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി നോക്കാം. അപ്പോൾ ഒരു ബോഡി സർക്കുലർ മോഷനിൽ ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പം ആ ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് എത്തി, എന്ന് ബിയിലേക്ക് എത്തി. അപ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ലീനിയർ ഡിസ്റ്റൻസാണ് ഡെൽറ്റ എക്സ്. അതേപോലെ അതിൻ്റെ റേഡിയസ് ആണ് 6. അവിടെ ആ ബോഡി എന്ന് ബിയിലേക്ക് എത്തുമ്പോൾ അത് സ്വീപ്പ് ചെയ്യുന്ന ആംഗിൾ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ തീറ്റ. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ അല്ലേ കണ്ടത്. ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്ത് എ ബി ഡിവൈഡഡ് ബൈ റേഡിയസ് ആണല്ലോ ബൈ ഡെഫിനിഷൻ. സോ ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് ലെങ്ത് ആണ്. അതിന് ഞാൻ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുക, ഡിവൈഡഡ് ബൈ ആർ. ഈ ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ വളരെ ചെറുതാണ്.
ഈ ഡെൽറ്റ തീറ്റ വളരെ ചെറുതാണെങ്കിൽ എയും ബിയും വളരെ അടുത്തടുത്ത 2 പോയിൻറ്റ്സ് ആയിരിക്കും, വളരെ അടുത്ത 2 പോയിൻറ്റ്സ് ആണ്. അവരെ നമുക്ക് സെപ്പറേറ്റ് 2 പോയിൻറ്റ്സായി നമുക്ക് ഫീൽ ചെയ്യൂല കണ്ടാൽ. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി ഞാൻ എയും ബിയും അകലത്തിൽ വരച്ചതാണ്. പെട്ടെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി, ഈ ആംഗിൾ കാണിക്കാൻ വേണ്ടി ഞാൻ എയും ബിനെയും വിട്ട് വരച്ചു എന്നേ ഉള്ളൂ. എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും വിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ആക്ച്വലി എൻ്റെ വളരെ അടുത്താണ് എന്ത്, ബി. അപ്പോൾ ഈ ഡെൽറ്റ തീറ്റ വളരെ ചെറുതായിരിക്കും. ഡെൽറ്റ എക്സും കറസ്പോണ്ടിങ്ങിൽ എന്തായിരിക്കും, ചെറുതായിരിക്കും. അത് മാത്രമല്ല, ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഡിസ്റ്റൻസ് ആണ്. അതിനെ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പറയും. ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ എ ഇവിടെയും ബി ഇവിടെയാണ് എക്സാക്ട്ലി എങ്കിൽ ഡിസ്റ്റൻസ് ഇതാണ് ആ ബോഡി കവർ ചെയ്യുന്ന. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ വരിക, ലൈക്ക് ദിസ്. ഇവിടുന്ന് ഇങ്ങനെ ലൈൻ വരച്ചാൽ ഇതാ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. എന്നാൽ എ എന്ന പോയിൻറ്റിൻ്റെ വളരെ അടുത്താണ് ബി എന്ന പോയിൻ്റ് എങ്കിൽ, എയിൽ നിന്ന് ഇവിടെയാണ് ബി എന്ന പോയിൻ്റ് എങ്കിൽ എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ കേസിൽ സ്പീഡിൻ്റെയും വെലോസിറ്റിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആവറേജ് സ്പീഡിൻ്റെയും ആവറേജ് വെലോസിറ്റിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ തൊട്ടടുത്താണ് എന്ത്, ബി. അപ്പോൾ ഈ ആർക്ക് ലെങ്ത് എ ബി എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. ആ ഡെൽറ്റ എക്സിന് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം, ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ആർ. ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, 2 സൈഡും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ആർ ഉണ്ട്, പിന്നെ ഡെൽറ്റ ടിയും വന്നു. 2 ഭാഗത്തും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു. നൗ 2 ഭാഗത്തും ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു, ലിമിറ്റ് റൈറ്റ് സൈഡിലും അപ്ലൈ ചെയ്യണം. അപ്പം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ എക്സ് ബൈ ആർ ഡെൽറ്റ ടി. ഈ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് റേഡിയസ് മാറുന്നില്ല. സോ ആർ ഈസ് ടേക്കൺ ആസ് കോൺസ്റ്റൻറ്റ്. സോ വാട്ട് ഈസ് ദിസ്? ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇന്ന് കുറച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താ അത്? ഒമേഗയാണ്. എന്തൊമേഗ? ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി ആണ് ഈ സാധനം. ഇസ് ഈക്വൽ ടു, ഈ ആറിനെ പുറത്തേക്ക് എടുത്താൽ 1/r ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഈ സാധനം എന്താ? ലീനിയർ വെലോസിറ്റിയാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 1/r ഇൻറ്റു, ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ലീനിയർ വെലോസിറ്റിയാണ്. സോ ഇറ്റ് ഇസ് വി. സോ ഫ്രം ദിസ് ആർ ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്താ? ആർ ഒമേഗ ഇസ് ഈക്വൽ ടു വി. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. സോ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തീറ്റ 90 ആകുമ്പോൾ ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, ശരിക്കും റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നല്ല, വെക്ടർ ഫോമിൽ നമ്മൾ എഴുതുമ്പം വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്നാണ്. എന്താണ്? വി ഇസ് ഈക്വൽ ടു വെക്റ്റർ വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ഒമേഗയും ആറും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോഴാണ് നമ്മൾ ഇക്വേഷൻ ഏതായി മാറുക? വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ ആവുക. ഇത് എൻട്രൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിലേഷൻ. ഓക്കെ, ഇത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ ഒന്നും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആംഗുലാർ ആക്സിലറേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സിലറേഷൻ, അതേപോലെ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ, ഈ 3 ടോപ്പിക്കും കഴിഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്ട്, പിന്നെ അതിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ഈ രണ്ടാളും അതേപോലെ അവരുടെ ഇക്വേഷനും കൂടി ഡിസ്കസ് ചെയ്താൽ ഈ ടോപ്പിക് എന്തായി, ഈ ചാപ്റ്റർ എന്തായി, കംപ്ലീറ്റ് ആയി. സോ അതിൽ ഫസ്റ്റ്, വാട്ട് ഈസ് ആംഗുലാർ ആക്സിലറേഷൻ? ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഈ കേസിൽ ഫുള്ള് ബോഡി സർക്കുലർ മോഷനിലാണല്ലോ. അപ്പോൾ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ആ സർക്കുലർ മോഷനിലുള്ള ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റിയിൽ എത്ര മാറ്റം വരുന്നുണ്ട്, അതാണെന്ത്? ആംഗുലാർ ആക്സിലറേഷൻ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. അതാണെന്ത്? ആംഗുലാർ ആക്സിലറേഷൻ. ലീനിയർ ആക്സിലറേഷൻ എന്തായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. ഇവിടെ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണെന്ത്? ആംഗുലാർ ആക്സിലറേഷൻ. സോ വാട്ട് വിൽ ബി ദ എക്സ്പ്രഷൻ ഫോർ ആൽഫ? അവിടെ എന്തായിരുന്നു? എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി അല്ലേ. ഇവിടെ എന്താണെന്നറിയോ? ഇവിടെ ഒമേഗ എഫ് മൈനസ് ഒമേഗ ഐ ബൈ ടി. എന്താ ഒമേഗ എഫ്? ഫൈനൽ ആംഗുലാർ വെലോസിറ്റി. എന്താ ഒമേഗ ഐ? ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി. വാട്ട് ഈസ് ടി? ടൈം ടേക്കൺ ഫോർ ദിസ് ചേഞ്ച്.
ഒമേഗ ഐ എന്ന വെലോസിറ്റിയിൽ നിന്ന് ഒമേഗ എഫ് എന്ന ആംഗുലാർ വെലോസിറ്റിയിലേക്ക് എത്താൻ എടുത്ത സമയമാണെന്ത് ഈ ടി. എന്തായാലും ആൽഫിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയൊക്കെയാണ്, ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് ആംഗുലാർ ആക്സിലറേഷൻ? യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. Now what is instantaneous angular acceleration? ഒരു ബോഡിയുടെ ആംഗുലാർ ആക്സിലറേഷൻ യൂണിഫോം ആണ്, കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അവിടെ പിന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സിലറേഷനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റ് ഉള്ള ആംഗുലാർ ആക്സിലറേഷനാണ്. അപ്പോൾ ഒരു ബോഡി യൂണിഫോം ആംഗുലാർ ആക്സിലറേഷനിൽ പോവുകയാണെങ്കിൽ എല്ലാ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും അതിൻ്റെ ആംഗുലാർ ആക്സിലറേഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സിലറേഷൻ ഇന്ന ഇൻസ്റ്റൻറ്റിലെ ആംഗുലാർ ആക്സിലറേഷൻ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ബോഡി നോൺ യൂണിഫോം ആംഗുലാർ ആക്സിലറേഷനിലാണെങ്കിൽ ആ ബോഡിയുടെ ഇത്രാമത്തെ സെക്കൻഡിൽ, 5ാമത്തെ സെക്കൻഡിൽ ആ ബോഡിയുടെ ആംഗുലാർ ആക്സിലറേഷൻ നമുക്ക് കാണേണ്ട സാഹചര്യങ്ങൾ വരാം. അപ്പോൾ എന്താണ്, ആർക്കാണ് ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സിലറേഷൻ ആവശ്യമുള്ളത്? ഒരു ബോഡി നോൺ യൂണിഫോം ആംഗുലാർ ആക്സിലറേഷനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്താവശ്യമുള്ളൂ, അവിടെ ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സിലറേഷൻ കാണേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ദ ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് എ ബോഡി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. ഇനി എന്താ അതിൻ്റെ ഇക്വേഷൻ? ആൽഫ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി tends to 0 delta omega by delta t, change in velocity by time, that is equal to d omega by dt. അതിൻ്റെ എക്സ്പ്രഷൻ ആണ്. അതർവൈസ് d സ്ക്വയർ തീറ്റ ബൈ dt സ്ക്വയർ. ഇതൊക്കെ ആംഗുലാർ ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ലീനിയർ മോഷനിൽ എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല, അവിടെ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് പോകുന്നില്ല. നൗ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. ലീനിയർ ആക്സിലറേഷൻ പണ്ട് പഠിച്ച എ, ആംഗുലാർ ആക്സിലറേഷൻ ഇപ്പോൾ പഠിച്ച ആൽഫ. അവർ തമ്മിൽ എന്താ ബന്ധം? അവർ തമ്മിലുള്ള ബന്ധം നമ്മൾ പറയുന്നതിന് മുൻപ് നമ്മൾ തൊട്ട് മുൻപ്, ഞാൻ ഈ സൈഡിലേക്ക് എത്താം, തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് വി. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഓക്കെ, ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ നമുക്കറിയാം. സോ വി നോ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. രണ്ട് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്റ്റ് ടു ടി. ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ലെഫ്റ്റ് സൈഡ് ഡി വി ബൈ ഡി ടി ആവും, is equal to right side d by dt of r omega. What is dv by dt? dv by dt a അല്ലേ, ലീനിയർ ആക്സിലറേഷൻ അല്ലേ, a അല്ലേ, ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു r കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്താൽ d omega by dt അല്ലേ പിന്നെ വരിക. വാട്ട് ഈസ് ദിസ്? ആംഗുലാർ ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സിലറേഷൻ ആൽഫയാണ്. സോ നമുക്ക് അതിന് ആൽഫ എന്ന് കൊടുക്കാം. സോ a is equal to r ആൽഫ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആറും ആൽഫയും തമ്മിൽ 90 ആകുമ്പോൾ ഒരു കേസാണിത്. സോ നമുക്ക് ഇത് ജനറൽ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം. വെക്റ്റർ എ വിൽ ബി ഈക്വൽ ടു വെക്റ്റർ ആൽഫ ക്രോസ് വെക്റ്റർ ആർ ആയിരിക്കും. ഓക്കെ, ഇത് എൻട്രൻസിന് ആവശ്യമുള്ളൊരു ഇക്വേഷനാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അവിടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്താണെന്ന് ഞാൻ പറയും. അതിനുശേഷം അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ കാണുന്ന ഡെറിവേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്, അതിൻ്റെ ഇക്വേഷനും കഴിഞ്ഞാൽ ചാപ്റ്റർ ഈസ് ഓവർ. നമുക്ക് ഇനി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ യൂണിഫോം സർക്കുലർ മോഷനാണ്. അപ്പോൾ ആ ബോഡിയുടെ സ്പീഡ് എന്തായിരിക്കും? ഓൾവേസ് സെയിം ആയിരിക്കും, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യാണ്. പക്ഷേ ആ ബോഡിയുടെ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കോൺസ്റ്റൻറ്റ്. എന്നാൽ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ്ലി എന്താണ്? ചേഞ്ചിങ് ആണ്. അപ്പോൾ ഈ ബോഡി ഇങ്ങനെ യൂണിഫോം സർക്കുലർ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണോ? അല്ല. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണോ? ആണ്. എന്തുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല? വെലോസിറ്റി മാറുന്നത് കൊണ്ട്. എന്തുകൊണ്ട് വെലോസിറ്റി മാറുന്നു? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ എന്താ മാറുന്നത്? ഡയറക്ഷൻ.
അപ്പോൾ വെലോസിറ്റി ഒരു വെക്ടർ ആയതുകൊണ്ട് ഡയറക്ഷൻ മാറിയാൽ മതി, എന്ത് മാറി എന്ന് പറയാം, വെലോസിറ്റി മാറി എന്ന് പറയാം. സോ ഹിയർ ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു ആക്സിലറേഷൻ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. വെലോസിറ്റി മാറുന്നുണ്ട്, അതുകൊണ്ട് അവിടെ എന്തുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ്റെ പേരാണെന്ത്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് വരച്ച് തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. സോ ആദ്യം ഡെഫിനിഷൻ നോക്കാം. വാട്ട് ഈസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ആക്സിലറേഷനാണ് എപ്പം, വെൻ ഇറ്റ് ട്രാവൽസ് എലോങ് എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ സെൻറ്റർ ഓൾസോ. ഓക്കെ, ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, വെൻ എ ബോഡി മൂവ്സ് ഓൺ എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്, ഒരു ബോഡി എപ്പോഴാണോ ഒരു സർക്കുലർ പാത്തിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത്, ദെൻ ദർ വിൽ ബി, അപ്പോൾ അവിടെ ഉണ്ടാകും ആൻ ആക്സിലറേഷൻ, ഒരു ആക്സിലറേഷൻ. ഓക്കെ, എങ്ങോട്ടേക്ക്, ഡയറക്റ്റഡ് ടുവാർഡ്സ് ഇറ്റ്സ് സെൻറ്റർ. ആ ആക്സിലറേഷൻ എങ്ങോട്ടേക്കായിരിക്കും, അതിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ ഒന്നും കൂടെ, വെൻ എ ബോഡി മൂവ്സ് ഓൺ എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് ദെൻ ദർ വിൽ ബി ആൻ ആക്സിലറേഷൻ വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ സെൻറ്റർ ഈസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ എന്ത് ഡെഫിനിഷൻ. ഇനി എന്താ, എത്രയാണ്, എങ്ങോട്ടേക്കാണ് ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്, അതേപോലെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ഈ ഇത് ഇക്വേഷൻ എന്താ, എങ്ങനെ കാണുക സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ഈ രണ്ട് കാര്യങ്ങളും കാണുന്ന ഡെറിവേഷൻ അപ്പോൾ നമ്മൾ നോക്കാം. സോ ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വരച്ചെന്നുള്ള ഓർഡർ നിങ്ങൾ മനസ്സിലാക്കണം. സോ ഒരു ബോഡി ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ആദ്യം ആ ബോഡി എയിലായിരുന്നു, ആ ബോഡി ബിയിലേക്ക് എത്തി. ആ ബോഡി എയിലാകുമ്പം അതിൻ്റെ വെലോസിറ്റി വെക്ടറാണ് ഇ വി, അത് ബിയിലാകുമ്പോഴുള്ള വെലോസിറ്റി വെക്ടറാണ് ഇ വി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇവിടെ പറയാണ്, ഈ ബോഡി ഞാൻ റിവോൾവ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഞാനിവിടുന്ന് എ എന്ന പോയിൻറ്റും ബി എന്ന പോയിൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ബോഡി എയിലെത്തുമ്പോഴും ബിയിലെത്തുമ്പോഴുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഓയിൽ നിന്ന് എയിലേക്ക് ഒരു വെക്ടറിനെ വരക്കുക, റേഡിയസ് വെക്ടർ ഇതാണല്ലോ റേഡിയസ് വെക്ടർ. കുറച്ച് കഴിയുമ്പോൾ ഒ ബി ആയല്ലോ റേഡിയസ് വെക്ടർ, ആർ എന്നെ റേഡിയസ് വരിക. ഓക്കെ, സോ ഈ ആംഗിൾ തീറ്റ, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ഏത്, ഒ എ ബി. ഞാൻ എയും ബിയും കൂടി ജോയിൻ ചെയ്ത് ലൈനും വരച്ചു. അപ്പോൾ ഒ എ ബി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും, കാരണം ഇത് രണ്ടും റേഡിയസ് ആയതുകൊണ്ട്. സോ ഈ ആംഗിൾ തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ ഏത് ആംഗിൾ കൊടുക്കുന്നോ അതേ ആംഗിൾ എവിടെയും വരാൻ പറ്റുള്ളൂ. കാരണം എന്താ, സെയിം സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താവണം, സെയിം ആകണം. സോ ഇവിടെ 6 ഇതും 6 സൈഡ്സ്, അതിന് ഓപ്പോസിറ്റ് ഈ ആംഗിളുകൾ സെയിം ആവണം. സോ എക്സ് കൊടുത്താൽ അവിടെ എന്താവണം, എക്സ് ആവണം. ഓക്കെ, നൗ ഞാൻ പറഞ്ഞു, ഇവിടെ ഞാനിവിടെ വി വരച്ചു, ഇവിടെ ഞാൻ ഈ വിയും ആദ്യം വരച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ വെലോസിറ്റിനെ നേരെ എടുത്ത് ഇവിടെ കൊണ്ടുപോയി വെക്കുക, ബിയിൽ കൊണ്ടുപോയി വെക്കുക. മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും മാറ്റമില്ലാതെ ഈ വി നേരെ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം, അങ്ങനെ കൊണ്ടുപോയി വെച്ചു. ഞാൻ ഇവിടെ വരച്ചു, ഇതേ സാധനം ഇവിടെ കൊണ്ടുപോയി വരച്ചു. മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും എന്തില്ല, മാറ്റമില്ല. കൂടാതെ ഈ ബ്ലൂ ലൈൻ ഞാൻ നീട്ടി അങ്ങ് വരയ്ക്കുകയും ചെയ്ത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. നൗ ലിസൺ, ഈ ആംഗിൾ എന്തായിരിക്കും നമുക്ക് നോക്കാം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി ശരിക്കും ആക്ട് ചെയ്യുക ഈ പോയിന്റിൽ ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ടാൻജൻറ്റാണ്, തൊടുവര എന്ന് മലയാളത്തിൽ പറയും, സ്പർശരേഖ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ടാൻജൻ്റായിട്ടാണ് ഈ ലൈൻ വരുന്നത്. അപ്പോൾ ഇത് റേഡിയസുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ മൊത്തം 90 ആണ്. അതിൽ ഇത്രയും പാർട്ട് എക്സ് ആണ്, ബാക്കി ഈ പാർട്ട് അപ്പോൾ എത്രയും വരിക, 90 - x. ഓക്കെ, ഇനി ഈ വെക്ടർ എടുത്ത് ഞാൻ ഇവിടെ വരച്ചല്ലോ, ഇത് സെയിം ലൈനാണല്ലോ. ഈ ഡോട്ടഡ് ലൈൻസ്, ഈ എ ബി എന്ന ലൈനിൻ്റെ ബാക്കിയാണല്ലോ ഈ ഡോട്ടഡ് ലൈൻസ്. അപ്പോൾ ഇത് സെയിം ലൈനാണ്, ഇതിന് പാരലലാണ് ഈ ലൈൻ. അപ്പോൾ ഈ ആംഗിൾ 90 - x ആണെങ്കിൽ ഈ ആംഗിൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, 90 - x ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത കാര്യം, ഇത് തീറ്റ എന്ന് കൊടുത്തു, ഇവിടെ ഞാൻ എക്സ് എന്ന് കൊടുത്താൽ ഇവിടെ എന്ത് കൊടുക്കണം, എക്സ് എന്ന് കൊടുക്കണം. കൂടാതെ ഈ വെലോസിറ്റി ഇവിടെ എന്താണ്, ടാൻജൻ്റാണ്, ഇത് റേഡിയസുമാണ്. അപ്പോൾ ഈ ആംഗിൾ എന്താ, 90. ഓക്കെ, ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ എക്സ് ആണ്. നമുക്ക് ഈ ആംഗിൾ കാണണം. ഈ ആംഗിൾ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ, ഇത് സെയിം ലൈൻ അല്ലേ, ഇതൊരു പോയിൻ്റ്, ആ ലൈനിലുള്ള പോയിൻ്റാണ് ഇവിടെ ബി എന്ന പോയിൻ്റ്. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ മുതൽ ഈ ബ്ലൂ ലൈൻ വരെ മൊത്തം 180 ഡിഗ്രി അല്ലേ വരിക. ഈ മൊത്തം ആംഗിൾ എന്താ വരിക, 180 ഡിഗ്രിയാണ് വരിക. ആ 180 ഡിഗ്രിയിൽ നിന്നും ഈ 90യും സബ്ട്രാക്ട് ചെയ്യണം, ഈ എക്സും സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഓക്കെ, ഇവിടെ ഈ 180 എന്ന് പറഞ്ഞാൽ അതിൽ ഈ എക്സ് ഉണ്ട്, ഇവിടെ വരുന്ന ഈ 90 ഡിഗ്രി ഉണ്ട്, കൂടാതെ ഈ ആംഗിളും ഉണ്ട്.
അപ്പോൾ ഈ ആംഗിളും കൂട്ടിയാൽ എന്ത് കിട്ടുക? 180 കിട്ടുക. അപ്പോൾ ഈ ആംഗിൾ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? 180 നിന്ന് ഈ 90 കുറക്കണം, ഈ എക്സും കുറക്കണം. 180 നിന്ന് ഈ 90 കുറക്കുമ്പോൾ എന്താ കിട്ടുക? 90. ഓക്കെ, ഇനി ബാക്കിയാണുള്ളത് 90. ആ 90 നിന്ന് ഈ എക്സ് കുറക്കുമ്പോൾ എന്താ കിട്ടുക? 90 മൈനസ് എക്സ്. അപ്പോൾ ഈ ആംഗിളും എന്തായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ആ ആംഗിൾസ് ഒക്കെ നമുക്ക് കിട്ടി. എല്ലാ ആംഗിളും ഇപ്പോൾ നമ്മുടെ കയ്യിലായി. ഓക്കെ അല്ലേ? സോ ലിസൺ. ഓക്കെ, അപ്പോൾ ഇത് 90 മൈനസ് എക്സ്, ഇത് 90 മൈനസ് എക്സ്. ഓക്കെ, ഇത് ബി എന്ന പോയിൻ്റ് ആണ്. ദിസ് ഈസ് പോയിന്റ് ബി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കാം. ഈ വി നമ്മൾ എയും ബിയും 2 പോയിന്റിൽ നമ്മൾ ആ ബോഡി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബിയിലായിരിക്കും, ഇനീഷ്യൽ പൊസിഷൻ എയിലായിരിക്കും. സോ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബിയിലുള്ള വെലോസിറ്റിയാണ്. ബിയിലുള്ള വെലോസിറ്റി ഇതല്ലേ, എയുള്ള വെലോസിറ്റി ആണുള്ളത്. ഓക്കെ, അപ്പോൾ ബിയിലുള്ള വെലോസിറ്റി ഇതാണ് ഫൈനൽ വെലോസിറ്റി, ഇതാണെന്ത്? ഇനീഷ്യൽ വെലോസിറ്റി. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണണമെങ്കിൽ നമ്മൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ കാണാൻ ഫൈനൽ വെലോസിറ്റി ആയ ഇത് മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആയ ഇത് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. ഞാൻ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വെലോസിറ്റി ചേഞ്ച് ഒന്ന് കാണാം. വെലോസിറ്റി ചേഞ്ച് ഈ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി കാണാം. രണ്ടും വെക്ടേഴ്സ് ആണ്. അപ്പോൾ വെക്ടർ സബ്ട്രാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെക്ടറിന് ഈ വെക്ടർ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അത് ഞാൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വെക്ടർ ഓക്കെ എത്ര, എങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പോൾ എങ്ങോട്ടേക്കായിരിക്കും എന്നുള്ളത് ആദ്യം നോക്കുക. ഈ വെക്ടറിന് ഈ വെക്ടർ കുറക്കുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടി. ആ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് നോക്കുക. ആ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കായിരിക്കും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ എന്തുണ്ടാവുക? ഡയറക്ഷൻ ഉണ്ടാവുക. എന്താ കാരണം? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ ന്യൂമറേറ്ററിൽ വരുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി ആ വെക്ടർ, ഡിനോമിനേറ്ററിൽ വരുന്ന സ്കേലർ ആ ടൈമാണ്. അപ്പം ആ ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കേ ആർക്കുണ്ടാവുള്ളൂ? എക്ക്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് എ? എൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വി മൈനസ് യുവിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കാണ് ആർക്ക് ഡയറക്ഷൻ ഉണ്ടാവുക? എക്ക് ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണാൻ ഈ വെലോസിറ്റിയിൽ നിന്ന് ഈ വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഈ വെലോസിറ്റിയിൽ നിന്ന് ഈ വെലോസിറ്റി സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ വെക്ടർ ഉണ്ടാവില്ലേ, ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കായിരിക്കും എന്തുണ്ടാവുക? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഈ വെക്ടറിനെ ഞാൻ ആദ്യം വരയ്ക്കാൻ പോവാം. ഈ വെക്ടർ മൈനസ് ഈ വെക്ടർ അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ വെക്ടറിനതാ ഇങ്ങനെ തന്നെ ഇവിടെ വരച്ചു, ലൈക്ക് ദിസ്. ഈ വെക്ടറിനെ ഇങ്ങനെ തന്നെ നേരെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറാണ്ട് ഇവിടെ വരച്ചു. ഇനി ഞാൻ ഈ വെക്ടറല്ലേ, ഈ വെക്ടർ എടുത്ത് ഞാൻ ഇവിടെയും വരച്ചു, ലൈക്ക് ദിസ്. ഓക്കെ, എനിക്ക് ചെയ്യേണ്ടത് ഈ വെക്ടറിന് ഈ വെക്ടർ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടത്. സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് തൊട്ട് മുൻപത്തെ വീഡിയോസ് കാണാം. സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് എങ്ങനെ കാണാം? എ മൈനസ് ബി എന്ന വെക്ടറാണ് ചെയ്യേണ്ടതെങ്കിൽ എ പ്ലസ് മൈനസ് ബി. അതെങ്ങനെ? എ എന്ന വെക്ടറിനെ വരയ്ക്കാം, ബി എന്ന വെക്ടറിനെ വരച്ചിട്ട് തിരിച്ചിടുക ബീനെ, എന്നിട്ട് എയും ആ തിരിച്ചിട്ട വെക്ടറും തമ്മിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ നോക്കിയേ, ഈ വെക്ടറിന് ഈ വെക്ടറല്ലേ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഈ വെക്ടർ മൈനസ് ഈ വെക്ടർ അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ വെക്ടറിനെ തിരിച്ചിടുക. ഈ വെക്ടറിനെ തിരിച്ചിട്ടാണ് ഈ വെക്ടർ ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ഈ വെക്ടർ ഇതിനെ തിരിച്ചിട്ട വെക്ടർ ഇത്, ആ 2 വെക്ടേഴ്സും ആഡ് ചെയ്യുക. അതാണ് ഈ ബ്ലൂ. അപ്പോൾ ഈ ബ്ലൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഈ വെക്ടർ മൈനസ് ഈ വെക്ടറാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ വെക്ടറിൻ്റെ നെഗറ്റീവ് വെക്ടറാണ് അത്. അപ്പോൾ ഇത് പ്ലസ് മൈനസ് ഇതിൻ്റെ നെഗറ്റീവ് വെക്ടർ. അപ്പോൾ എന്താ വരിക? ഈ വെക്ടർ മൈനസ് ഈ വെക്ടർ നമുക്ക് കിട്ടി. അതാണ് ഈ ബ്ലൂ എന്ന് കാണുന്നത്. അപ്പോൾ ഈ ബ്ലൂ കാണുന്ന വെക്ടർ നമുക്ക് ഡെൽറ്റ വി എന്ന് കൊടുക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നുള്ള ഇതിൽ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ഡെൽറ്റ വി എങ്ങോട്ടേക്കാണ് നോക്കാം. ഡെൽറ്റ വി ഇങ്ങനെയല്ല ആക്ട് ചെയ്യുന്നത്. ഈ വെക്ടർ ഒന്ന് എടുത്തിട്ട് എൻ്റെയും ബീൻ്റെയും, അപ്പോൾ നമുക്ക് ഈ ചേഞ്ച് വെലോസിറ്റി കിട്ടിയ ആർക്ക് ഇൻ ബിറ്റ്വീനാ? എക്കും ബിക്കും ഇൻ ബിറ്റ്വീനുള്ള ചേഞ്ച് വെലോസിറ്റി നമുക്ക് കിട്ടിയല്ലേ. ഇതെടുത്തിട്ട് ഞാൻ എൻ്റെയും ബീൻ്റെയും സെൻറ്ററിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഇതെടുത്ത് ഞാൻ എൻ്റെയും ബീൻ്റെയും സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചാൽ ലൈക്ക് ദിസ്. ഇതല്ലേ വെക്ടർ? ഇതൊക്കെ എൻ്റെയും ബീൻ്റെയും സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചാൽ കറക്റ്റ് കാണാം ആ ചേഞ്ച് വെലോസിറ്റി എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്? സെൻറ്ററിലേക്കാണ്. അപ്പോൾ ചേഞ്ച് വെലോസിറ്റി സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്? സെൻറ്ററിലേക്കാണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുക? സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഡയറക്ഷൻ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വേണ്ടത് ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ എന്ത് കാണണം? മാഗ്നിറ്റ്യൂഡ് എത്ര എന്നുള്ളത് കാണണം. ഓക്കെ, അത് കാണാൻ വേണ്ടി നമുക്കിവിടെ ശ്രദ്ധിക്കാം. നമുക്കിവിടെ ആ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കിട്ടുക?
ഈ ഡെൽറ്റ വിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ ആ ഡെൽറ്റ അത്രയും ചേഞ്ചിനെടുത്ത സമയം. അങ്ങനെ പറഞ്ഞാൽ എന്ന് ബിയിലേക്ക് എത്താൻ എടുത്ത സമയം ചെയ്താൽ മതി. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ആണ് ആക്സിലറേഷൻ. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണാൻ പോവാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക, OABയും CDEയും. ഓക്കെ, അവിടെ എന്താ പ്രത്യേകത നമുക്ക് നോക്കാം. നൗ ഈ ആംഗിൾ എത്ര? ഈ ആംഗിൾ 90 മൈനസ് എക്സ് പ്ലസ് 90 മൈനസ് എക്സ്, that is equal to 90 plus 90 180 minus x plus minus x minus 2x. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എത്രയെന്ന് കിട്ടി? 180 minus 2x ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ട്രയാങ്കിളിലേക്ക് വരിക. ഈ ട്രയാങ്കിളിൽ നിന്ന് തീറ്റ പ്ലസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 180 ആണെന്ന് മനസ്സിലാക്കാമല്ലോ. തീറ്റ പ്ലസ് 2x 180 ആണെന്ന് മനസ്സിലായല്ലോ. ഫ്രം ദീസ് വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ഈക്വൽ ടു 180 മൈനസ് 2x. അപ്പം 180 മൈനസ് 2x എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റയാണ്. അപ്പോൾ ഇതെന്താ സാധനം? ഈ സാധനം എന്താ? ഇത് തീറ്റയാണ്. അപ്പോൾ ഇതെന്താ? തീറ്റയാണ്. അതായത് ഈ മൊത്തം ആംഗിൾ എന്താ? തീറ്റയാണ്. ഈ മൊത്തം ആംഗിൾ തീറ്റയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ വിൽ ബി, ഇത് നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഈ ടോട്ടൽ ആംഗിൾ വിൽ ബി തീറ്റ എന്ന് മനസ്സിലായി. സോ ഇത് തീറ്റയാണെങ്കിൽ ദാ ഇത് ഈ വെക്ടർ ഇതല്ലേ ഇരുന്നോ? അപ്പോൾ ഈ വെക്ടറിൽ വരച്ച ഈ ലൈൻ, അപ്പോൾ ഈ ലൈനാണ് ഈ ലൈൻ. ഇത് ഈ ലൈനിന് പാരലാണ് ഈ ലൈൻ. ഈ ലൈനിന് പാരലാണ് ഈ ലൈൻ വരുന്നത്. അതേപോലെ ഈ ലൈനിന് പാരലാണ് ഈ ലൈൻ. അങ്ങനെ പറഞ്ഞാൽ ഇത് രണ്ടും പാരലൽ ലൈൻസാണ്, ഇത് രണ്ടും പാരലൽ ലൈൻസാണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് തീറ്റ. വേറൊരു കാര്യം, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വി ആ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വി ആ. ഇതിനെ തിരിച്ചിട്ടാണ് എന്ത്? ഈ വെക്ടർ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? വി ആ. അപ്പോൾ ഈ രണ്ട് സൈഡ്സും എന്താ? ഈക്വൽ ലെങ്ത് ആയിരിക്കും. ലെങ്ത്ത് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, സോ ലെങ്ത്ത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ എന്താണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സിനും ഓപ്പോസിറ്റുള്ള ആംഗിൾസ് സെയിം ആകണമെങ്കിൽ ഈ ആംഗിൾ എന്താവും? എന്നെ വേണം. ഇവിടെ നമ്മൾ ഇതിന് കൊടുത്ത എക്സ് ആണെങ്കിൽ ഇവിടെ എന്തെന്നെ വരണം? എക്സ് തന്നെ വരണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് ട്രയാങ്കിൾസും CDEയും OABയും രണ്ട് ട്രയാങ്കിൾസ്, ആ രണ്ട് ട്രയാങ്കിൾസിലും ഉള്ളിലുള്ള ആംഗിൾസൊക്കെ എന്താ? സെയിം ആണ്. എല്ലാ ആംഗിൾസും സെയിം ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും എന്താ? സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് മാക്സാണ്. രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെയിം ആംഗിളിൽ ഇപ്പോൾ ഈ രണ്ട് ആംഗിൾ തീറ്റ, ആ രണ്ടിനും ഓപ്പോസിറ്റുള്ള ആംഗിൾസിൻ്റെ റേഷ്യോ, ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ല, സെയിം ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവൻ ഓപ്പോസിറ്റുള്ള സൈഡ് ഇതല്ലേ? ഏത്? ഈ AB എന്ന ഈ ലെങ്ത്ത്. അപ്പോൾ ഇവന് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് CD ആണ്, അതായത് ഡെൽറ്റ V ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് എഴുതി വെക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആരാ? ഡെൽറ്റ V. ഡെൽറ്റ V ഡിവൈഡ് ബൈ ഇവിടെ തീറ്റയ്ക്ക് ഓപ്പോസിറ്റോ? AB വിൽ ബി ഈക്വൽ ടു, ഇനി ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ആരാ? V ഡിവൈഡ് ബൈ ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ആരാ? R കൊടുക്കുക. ഒക്കെ മാഗ്നിറ്റ്യൂഡ്സ് മാത്രം എടുത്താൽ മതിയേ. ഈ ഡെൽറ്റ വിൻ്റെ എന്ത് മാത്രം എടുക്കുക? മോഡ് മാത്രം എടുക്കുക. ഇവിടെ വിൻ്റെ എന്ത് മാത്രം എടുക്കുക? മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക. റേഡിയസിൽ R മാത്രം എടുക്കുക. നൗ ഞാൻ മോഡ് കാണിക്കുന്നില്ല, ഡെൽറ്റ വി എന്ന് മാത്രം കൊടുക്കുക. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം ഉദ്ദേശിച്ചാൽ മതി. ഡെൽറ്റ V ഇസ് ഈക്വൽ ടു AB ഇൻറ്റു V ബൈ R എന്നല്ലേ വരിക? AB അങ്ങോട്ടേക്ക് എടുത്താൽ ഓക്കെ. ഇനി ഞാൻ ത്രൂ ഔട്ട് ഡെൽറ്റ T കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? ഡെൽറ്റ V ബൈ ഡെൽറ്റ T ഇസ് ഈക്വൽ ടു AB ഇൻറ്റു V ബൈ ഡെൽറ്റ T ഇൻറ്റു R എന്ന് വരും. വാട്ട് ഈസ് AB? AB എന്ന് പറഞ്ഞാൽ ഇതാണ് A മുതൽ B വരെയുള്ള ഈ ലെങ്ത്താണ് വരിക. ഈ ബ്ലൂവിൽ വരച്ച ലെങ്ത്താണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ബ്ലൂവിൽ വരച്ച ലെങ്ത്ത് നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പരിഗണിക്കാം. ഓക്കെ, കാരണം ഈ ഡെൽറ്റ ഈ തീറ്റ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നമ്മൾ മുൻപത്തെ കേസിൽ പറഞ്ഞ മാതിരി എൻ്റെ തൊട്ടടുത്താണ് ശരിക്കും ആരുള്ളത്? B ഉള്ളത്. അപ്പോൾ വളരെ അടുത്തടുത്താണ്. അപ്പോൾ ഈ ബ്ലൂ ലൈൻ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞതും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞതും ആ കേസിൽ എന്താവും? സെയിം ആവും. B ആരെടുത്താണെങ്കിൽ എൻ്റെ അടുത്താണെങ്കിൽ. അപ്പോൾ എന്തായാലും AB ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എന്താ ഇവിടെ? V. സോ എന്ത് എഴുതാം? ABനെ ഡെൽറ്റ V ബൈ ഡെൽറ്റ T ഇസ് ഈക്വൽ ടു ABക്ക് പകരം വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ അത് ഡെൽറ്റ T ആണ് വരിക. ഓക്കെ, ഇൻറ്റു V ഉണ്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ T ഇൻറ്റു R ഉണ്ട്. ഇത് രണ്ടും എന്തായി പോകും? കട്ടായി പോകും.
എന്താ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ബൈ ആ ചേഞ്ചിനെടുത്ത സമയം അതെന്താ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ ഈ ടേം എന്തായി മാറി? സെൻട്രിപെറ്റൽ ആക്സിലറേഷനായി മാറി. സോ ഇതിനേക്ക് എ സി എന്ന് വിളിക്കാം. വാട്ട് ഈസ് എ സി? എ സി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു വി, വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ആണ് എന്തിൻ്റെ ഇക്വേഷൻ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. നൗ ഒരു ഇക്വേഷൻ കൂടി അവിടെ ഡിറൈവ് ചെയ്യുകയാണ്. എ സി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ അല്ലേ പഠിച്ചിട്ടുണ്ട്. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ റിലേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ സി ബിക്കംസ് വിക്ക് പകരം ആർ ഒമേഗ അതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഉണ്ടാവും. അപ്പോൾ എന്താ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ, ആർ ആർ കട്ട് ചെയ്യുമ്പോൾ എ സി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. ഈ രണ്ട് എക്സ്പ്രഷൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനിയും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രഷൻസ് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇവിടെ എ സി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ ഇൻറ്റു ഒമേഗ എന്ന് എഴുതുകയാണെങ്കിൽ ആർ ഒമേഗ വി ആയി ഇൻറ്റു ഒമേഗ. സോ എ സിക്ക് അടുത്ത ഇക്വേഷൻ എന്താ? വി ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. ഇനി ഈ ഒമേഗ നമുക്ക് 2π/t എന്ന് കൊടുക്കുകയാണെങ്കിൽ 2πv/t എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഈ ഒമേഗക്ക് 2πν കൊടുക്കുകയാണെങ്കിൽ 2πν v എന്ന് എഴുതാം. ഇനി ഈ ഒമേഗക്ക് നമ്മൾ 2π/t കൊടുക്കുകയാണെങ്കിൽ പുതിയ വേറെ ഇക്വേഷൻ കിട്ടും. അങ്ങനെ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുലേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്? ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റും ഇത് ചെയ്യുന്നതും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിനേഷന് ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ഏരിയകളിൽ ഒന്നാണിത്. പ്രൊജക്ടൈൽ മോഷനും ഈ ഒരു ഏരിയയും. ഓക്കെ, now we are moving to centripetal force. Centripetal force എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പഠിച്ചു. ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷന് കാരണക്കാരനാരാ? ഈ സെൻട്രിപെറ്റൽ ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു ആക്സിലറേഷൻ ഒരു ബോഡിക്ക് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഫോഴ്സ് ഉണ്ടാവണം. ഫോഴ്സ് ഉണ്ടെങ്കിലേ എന്തുള്ളൂ? ആക്സിലറേഷൻ ഉള്ളൂ. F = ma എന്ന ഇക്വേഷൻ പ്രകാരം. അപ്പം സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് എന്തിൻ്റെ കാരണക്കാരൻ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ കാരണക്കാരൻ. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല ഫോഴ്സ് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക് എന്തുണ്ടാവുള്ളൂ? ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പം സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്? സെൻറ്ററിലേക്കാണ്. ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷനിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ബോഡിയിലുള്ള സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ സെൻറ്ററിലേക്കാണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? സെൻറ്ററിലേക്കായിരിക്കും. അപ്പോൾ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് എന്തുണ്ടാക്കുന്നത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത്. സോ വാട്ട് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? വെൻ എ ബോഡി മൂവ്സ് ഓൺ എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് then there will be a force on that body directed towards the center is known as centripetal force. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? F is equal to ma എന്നുള്ള ഇക്വേഷൻ പഠിച്ചില്ലേ? എം മാസുള്ള ബോഡിക്ക് എ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? എഫ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയാണ് എഫ് സി പറഞ്ഞാൽ എന്താ? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതിൻ്റെ കാരണക്കാരനാരാ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സോ എഫ് സി വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു എന്തായിരിക്കും? എ സി ആയിരിക്കും. എഫ് സി ഇസ് ഈക്വൽ ടു എം എ സി. നൗ ഇവിടെ നമുക്ക് ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ എന്താണ്? ഇനി നമുക്ക് വേണമെങ്കിൽ എ സിക്ക് വേറെ വാല്യൂസ് കൊടുക്കുമ്പോൾ എം ഇൻറ്റു എ സിക്ക് പകരം വി സ്ക്വയർ ബൈ ആർ തൊട്ടുമ്പ് പഠിച്ച ഇക്വേഷൻ. സോ എം വി സ്ക്വയർ ബൈ ആർ ആണെന്ത്? സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ മറ്റേ ഇക്വേഷൻ, വേറെ ഇക്വേഷൻ. ഇനി നമുക്ക് വേണമെങ്കിൽ എഫ് സിക്ക് വേറെ ഇക്വേഷൻ ഉണ്ടാക്കാം. എഫ് സി ഇസ് ഈക്വൽ ടു എ സിക്ക് നമ്മൾ ആർ ഒമേഗ സ്ക്വയർ എന്ന് പഠിച്ചില്ലേ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എം ഇൻറ്റു ആർ ഒമേഗ സ്ക്വയർ വേറെ ഇക്വേഷനാണ്. പിന്നെ നമുക്ക് എഫ് സിക്ക് വേണമെങ്കിൽ വേറെ ഇക്വേഷൻ എഴുതാം. എം ഇൻറ്റു എ സിക്ക് വി ഒമേഗ എന്ന് പഠിച്ചില്ലേ? അത് എഴുതാം. അപ്പോൾ ഏതും എഴുതാം. ഓക്കെ, അപ്പോൾ എ സിൻ്റെ ഇക്വേഷൻസ് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് പുതിയ എഫ് സിക്ക് പുതിയ ഇക്വേഷൻ കിട്ടും. അപ്പോൾ എ സിക്ക് എത്ര ഇക്വേഷൻ ഉണ്ടോ അത് തന്നെ ആർക്കും ഇക്വേഷൻ ഉണ്ട്? എഫ് സിക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെൻ എ ബോഡി മൂവ്സ് ഓൺ എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് then there will be a force on that body which is directed towards the center is known as centripetal force. അപ്പോൾ ഇങ്ങനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ, ഡെഫിനിഷനും. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് മെയിനായിട്ടും മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രൊജക്ടൈൽ മോഷനിലും പിന്നെ അതേപോലെ ഈ സർക്കുലർ മോഷനിലും വീണ്ടും കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയം പരിമിതി മൂലം ഞാൻ ഇതിൽ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. Target Educational Institution, Abhilash Junction, Mukkam.